സോ ഇന്ന് ഞാൻ ആഫ്റ്റർ എഫക്റ്റിൻ്റെ ഒരു വീഡിയോ ട്യൂട്ടോറിയലായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. സോ ആഫ്റ്റർ എഫക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്കൊരു വോക്ക് സ്റ്റൈൽ ആനിമേഷൻ നമുക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ വെൽക്കം ടു അഖിൽ ഡിസൈൻ. ആക്ച്വലി എന്താണ് ഈ വോക്ക് സ്റ്റൈൽ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്? സോ വോക്സ് എന്ന് പറയുന്ന കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് ഒരു ന്യൂസ് റീൽ എഡിറ്റ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ആഫ്റ്റർ എഫക്റ്റിൽ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് വരാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു 180p ഒരു 25 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ ഒരു കോമ്പോസിഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പേര് മാറ്റുകയാണ്. ഞാനിവിടെ സീൻ 1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, സീൻ 1 കൊടുക്കുവാണ്. ഫ്രെയിം റേറ്റ് അത്. അപ്പോൾ നമുക്കൊരു 20 സെക്കൻഡ്, നമുക്ക് 20 സെക്കൻഡ് മതി. 20 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ കോമ്പോസിഷൻ റെഡി ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബേസിക്കലി ഒരു വാൾപേപ്പർ, ഒരു വിൻറ്റേജ് വാൾപേപ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു ഫയൽസ് ഞാൻ ഡ്രൈവിൻ്റെ ഇത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിവിടെ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്ചറാണ്, ഒരു പേപ്പറിൻ്റെ ഒരു ടെക്സ്ചർ ആനിമേഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ പിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ആനിമേഷൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു ടൈപ്പ് ആനിമേഷനാണ്, വീഡിയോ ആണ്. അപ്പം ഇത് നമ്മുടെ പ്രീസെറ്റായിട്ട് നമ്മൾ ഓൾറെഡി ഫ്രീ പിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഞാനൊരു ഒരു 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 ഫിലിം എഫക്റ്റ്, അതായത് ജസ്റ്റ് ഒരു വിൻറ്റേജ് ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗോങ് എഫക്റ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പം ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ പോകുന്നതാണ് നമുക്കത് അപ്പം ഇതായിട്ടില്ല. അപ്പോൾ നമുക്ക് ബ്ലെൻഡിങ് ഓപ്ഷൻസ് നമുക്കൊന്ന് മാറ്റാം. ബ്ലെൻഡിങ് ഓപ്ഷൻസ് മാറ്റിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ടി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ജസ്റ്റ് നമ്മളൊന്ന് ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം വേണം എന്നൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഫൈനാണ്, ഇത് ഓക്കെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടെക്സ്റ്റ് ആഡ് ചെയ്യണം, ഒരു ഹെഡിങ് എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ കുറച്ച് ഹെഡിങ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ടെക്സ്റ്റിൻ്റെ സൈസ് ഞാൻ ജസ്റ്റ് ഒരു 80 ആക്കുകയാണ്. ഓക്കെ, ഞാൻ ടെക്സ്റ്റിൻ്റെ സൈസ് ഞാൻ 80 ടെക്സ്റ്റ് ആക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കളറൊന്ന് മാറ്റിയൊരു ബ്ലാക്ക് അല്ല എന്നാൽ ഗ്രേയും അല്ല എന്നുള്ള രീതിയിലുള്ളൊരു ഈ ഒരു ഫോം നമുക്ക് മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ഹെഡിങ്ങാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു സബ് ഹെഡിങ് എന്നുള്ള രീതിയിൽ ഞാനിവിടെ ഈ ഒരു കണ്ടൻറ്റ് ഞാനിവിടെ യൂസ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഫോണ്ട് ഞാൻ മാറ്റാണ്. ഓക്കെ, ഞാൻ ഫോണ്ടിനെ പറ്റി പറഞ്ഞില്ല. ഞാനിവിടെ ഹെഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത ഒരു പ്ലേഫെയർ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ പക്ഷേ സബ് ഹെഡിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറയുന്നത് ഒരു പോപ്പിൻ എന്നുള്ള നമ്മുടെ ഫോണ്ടാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഫോണ്ടാണ്. അപ്പം ഞാനതൊരു 40-50 ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ ഓക്കെ, ഗുഡ്. നമുക്കിവിടെ നിന്ന് ഇതൊന്ന് ഇൻക്രീസ് ചെയ്യാം. ഇത് നമുക്ക് 100 ആക്കാം. പെർഫെക്റ്റ്. സോ ഓക്കെ, സോ ഇനി നമ്മൾ ഒരു ഡേറ്റ്, അപ്പോൾ നമ്മളൊരു പത്രം ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഡേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ഡേറ്റ് ഞാനിവിടെ ജസ്റ്റ് ജൂലൈ 15 ആണല്ലോ നമ്മുടെ മോണിറ്റൈസേഷൻ റൂൾസൊക്കെ മാറിയത്. അപ്പം അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടൊരു ജസ്റ്റ് സിമ്പിൾ സാമ്പിൾ ഡോക്യുമെൻ്ററി സ്റ്റൈൽ എഫക്റ്റ് നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ജൂലൈ 15 അത് ഞാൻ സെയിം നമ്മുടെ 100 അല്ല, നമ്മളൊരു 30 എന്നുവെച്ചാൽ വലിയ ഇതല്ലാത്ത സെയിം ഹെഡിങ്ങിൻ്റെ തന്നെ ഫോണ്ട് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പ്ലേഫെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അലൈൻമെൻറ്റ് ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അലൈനിൽ ലെഫ്റ്റ് അലൈൻ കൊടുക്കുന്നു. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇത്രയും നമ്മുടെ ഒരു ബേസിക് ഹെഡിങ് നമ്മുടെ സെറ്റായിട്ടുണ്ട്.
സോ ബേസിക് ഹെഡിങ് ഇവിടെ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇമേജസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇമേജസിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മിസ്റ്റർ ബീസിൻ്റെ ഒരു ഇമേജസ് ആണ്. സോ മിസ്റ്റർ ബീസിൻ്റെ ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. യാ ഓക്കെ. അപ്പോൾ മിസ്റ്റർ ബീസിൻ്റെ ഒരു കളർ ഇമേജ് അല്ല ഞാനിവിടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും എഫക്ട്സിൽ പോയിട്ട് ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നടിക്കുന്നതാണ്. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റാണ് ഞാനിവിടെ നമ്മുടെ മിസ്റ്റർ ബീസിന് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ആവശ്യാനുസരണം ഇത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. റെഡ്, വലിയ റെഡ് വേണ്ട. ഓക്കെ, ഗുഡ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുവാണെങ്കിൽ ഓക്കെ, ഇത് ജസ്റ്റ് നമ്മുടെ കളർ മാച്ച് ആവുന്നുണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട്. വളരെ ഇനി നമുക്ക് ഇതിന് ചെറിയ ചെറിയ ആനിമേഷൻസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കൊടുക്കുന്ന ആനിമേഷൻ നമ്മുടെ മിസ്റ്റർ ബീസിന് വേണ്ടിയിട്ടാണ്. അപ്പം ജസ്റ്റ് ഞാൻ പി എന്ന് ടൈപ്പ് ചെയ്യുന്നു. പി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഒരു 2 സെക്കൻഡ് ആകുമ്പം എനിക്ക് ഈ പൊസിഷനിൽ തന്നെ വരണം. അതേസമയം അതെനിക്ക് താഴേന്ന് മുകളിലേക്ക് വരുന്ന രീതിയിലുള്ളൊരു ട്രാൻസിഷനാണ് ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനൊരു കീ ഫ്രെയിം ഞാൻ കൊടുത്തു. പൊസിഷന് 2 സെക്കൻഡിൽ നമ്മൾ ഇത് വരുന്ന രീതിയിൽ. അതേസമയം ഇതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഏറ്റവും താഴെ വരുന്ന രീതിയിലുള്ളൊരു പൊസിഷൻ നമ്മൾ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഏസിൻ ചെയ്യുകയാണ്. അതായത് കുറച്ചും കൂടി സ്മൂത്ത് ആനിമേഷൻസ് നമുക്കിവിടെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ F9 പ്രസ് ചെയ്തു. F9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഗ്രാഫ് വരും. അപ്പോൾ ഈ ഗ്രാഫ് ഇപ്പം നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാറ്റിയിട്ട് സ്പീഡ് ഗ്രാഫ്, വാല്യൂ ഗ്രാഫ് ഉണ്ട്. ചിലപ്പം വാല്യൂ ഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് സ്പീഡ് ഗ്രാഫ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് നമ്മുടെ സ്ലോ മോഷൻ അല്ലെങ്കിൽ മോഷൻ സ്മൂത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ആനിമേഷൻ ഇത്രയും നമുക്ക് മതി. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് റണ്ണി നോക്കുന്നില്ല, കണ്ടില്ലേ ആ ഒരു സ്മൂത്ത് ആനിമേഷൻസ് അവിടെ വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഇമേജിന് പറ്റിയ എഫക്ട്സ് ഇവിടെ പെർഫെക്റ്റാണ്. ഇനി നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ആകുമ്പോൾ അപ്പം ഒരു ഫസ്റ്റ് സെക്കൻഡിൽ നമ്മുടെ ഇമേജസ് ഇവിടെ വരുമ്പം നമ്മുടെ ഈ ഒരു യൂട്യൂബ് മോണിറ്റൈസേഷൻ റൂൾ ജസ്റ്റ് ഗോട്ട് ടഫർ എന്നുള്ളത് ഒരു ആനിമേറ്റഡ് എന്നുള്ള രീതിയിൽ ഫേഡ് ഇൻ ഓപ്ഷൻ ഞാൻ കൊടുക്കണം. അപ്പം ഞാനിവിടെ ഫേഡ് ഓഫ് വേഡ് എന്ന് പറയുന്ന ഒരു ഇത് കൊടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. ഇങ്ങനെയാണ് അത് വരുന്നത്. പക്ഷേ ഇത് നമുക്ക് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതിന് ഞാൻ ആ ഒരു ടൈറ്റിൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് യു എന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രെയിം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ കാണാം. അപ്പോൾ ഫസ്റ്റിൽ അത് വരുമ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പ്ലസ് ഞാൻ F9 കൊടുക്കുന്നു. എന്നിട്ട് അതിലും നമ്മളൊരു മോഷൻ ആനിമേറ്റഡ്, അതായത് സ്മൂത്തായിട്ട് നമ്മളൊരു ആനിമേറ്റഡ് കൊടുക്കുന്നു. ജസ്റ്റ് നമ്മൾ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് സബ് ഹെഡിങ് കൂടെ നമുക്കൊന്ന് കൊടുക്കാനുണ്ട്. സബ് ഹെഡിങ്ങിൽ അതും സെയിം എഫക്റ്റ് തന്നെ നമ്മൾ കൊടുക്കുന്നു. പക്ഷേ നമ്മളുടെ ആദ്യത്തെ ഈ ഒരു ടൈറ്റിൽ വന്നതിന് ശേഷം മാത്രമേ അത് വരാൻ പാടുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ടൈറ്റിലൊരു ഗോട്ട് ടഫർ എന്നുള്ള വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെ ഈ റീയൂസ്ഡ് എന്നുള്ളത് സെയിം എഫക്റ്റ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾ യു എന്ന് സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, F9 അഡ്ജസ്റ്റ്. സോ നമ്മൾ ഇത്രയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ജൂലൈ 15 എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആനിമേറ്റ് ചെയ്യണം. സോ അതിന് ജസ്റ്റ് ഞാൻ അവിടെ ആനിമേറ്റ് ഉദ്ദേശിക്കുന്നത് അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന രീതിയിലാണ്. അപ്പം ഞാൻ ജസ്റ്റ് പി ടൈപ്പ് ചെയ്യുന്നു. പി ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ പൊസിഷനിങ് ചെയ്യുകയാണ്. അപ്പം ഇത് വരുന്നത് ആദ്യമേ വരണം. അപ്പം യൂട്യൂബ് മോണിറ്റൈസേഷൻ റൂൾസ് എന്ന് വരുന്നത്, അപ്പോൾ മോണിറ്റൈസേഷൻ വരുന്നതിന് മുന്നേ ഇത് ഇവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കീ ഫ്രെയിം ഞാനിവിടെ പൊസിഷനിൽ കൊടുത്തു. അതിന് ശേഷം ജസ്റ്റ് ഞാൻ സൈഡിലേക്കൊന്ന് മാറ്റുകയാണ്. അതായത് ഒരു എക്സ് സൈഡിലേക്ക് മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് F9 എന്ന് ടൈപ്പ് ചെയ്യുന്നു. F9 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം ഗ്രാഫ് വീണ്ടും കാണാം. ഇതും സെയിം പ്രോസസ്സ് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു.
ഇപ്പോൾ അതിനൊരു ഒരു സ്മൂത്ത് വന്നിട്ടുണ്ട്. കാരണം അതും യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന് വരുന്നതിന് മുന്നേ തന്നെ ജൂലൈ 15 എന്നുള്ളത് അവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ബേസിക്കായിട്ട് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് ആനിമേഷൻസ് നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം നമ്മൾ. ഹെഡിങ്സൊക്കെ ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണല്ലോ ആൾക്കാർ കുറച്ചും കൂടി ശ്രദ്ധിക്കുന്നത്. അപ്പം ഹൈലൈറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ന്യൂ എന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ന്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ന്യൂ കൊടുത്തിട്ട് ഷേപ്പ് ലെയർ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മോണിറ്റൈസേഷൻ റൂൾ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻ ടൂളാണ്. പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ട്രോക്ക് നമുക്കിവിടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ സ്ട്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് അതിൻ്റെ പൊസിഷനായിട്ട് ജസ്റ്റ് ഒന്ന് അലൈൻമെൻറ്റ് ചെയ്യുക. അപ്പോൾ യൂട്യൂബിൻ്റെ താഴെ ഞാനിത് വെച്ചിട്ട് ഓക്കെ ആങ്കർ സെൻറ്റർ വന്നിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇനി ഇത് ആനിമേറ്റ് ചെയ്യണം. അതായത് മോണിറ്റൈസേഷൻ റൂൾ എന്നുള്ളത് ഇത് വരുന്നതോടൊപ്പം തന്നെ ഈ ഒരു പോർഷനിൽ 1 സെക്കൻഡിൽ ഇത് ഫുള്ള് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇത് എഡിറ്റ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിലപ്പം ഇങ്ങനെ നമ്മൾ ഇവിടെ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓപ്ഷനുണ്ട്. ആഡ് ഓപ്ഷനിൽ ട്രിം പാത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ട്രിം പാത്തിനകത്ത് സ്റ്റാർട്ട് ഉണ്ട്, എൻഡ് ഉണ്ട്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻഡാണ്. ഓക്കെ, റൂൾസ് എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിവിടെ സെലക്ട് ആവണം. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഈ എൻഡ് എന്നുള്ള പോർഷൻ കീ ഫ്രെയിമിൽ ഞാൻ 0 ആക്കുന്നു. എന്നിട്ട് അത് ജസ്റ്റ് F9 ക്ലിക്ക് ചെയ്തിട്ട് അതിനെയും നമ്മൾ സ്മൂത്ത് ആനിമേറ്റഡ് ഫോമിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രാഫ് എഡിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ വാട്ട് യു ഫീൽ ഇറ്റ്സ് ബെറ്റർ. ഇതാണ് എനിക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു ഹൈലൈറ്റും കൂടെ നമ്മുടെ കാണുന്നുണ്ട്. അതായത് റീയൂസ്ഡ് കണ്ടൻറ് ആൻഡ് AI എഡിറ്റ്സ് എന്നും കൂടെ ഉള്ളത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനെ സെയിം നമ്മൾ ഷേപ്പ് ലെയർ കൊടുത്തിട്ട് നമ്മൾ പെൻ ടൂൾ വീണ്ടും എടുക്കുന്നു. ഓക്കെ, അപ്പോൾ AI എഡിറ്റ്സ് വരെയുള്ളത് ഹൈലൈറ്റ് ചെയ്താൽ മതി. ഇത് ഇച്ചിരി കൂടിപ്പോയി, പക്ഷേ നമുക്ക് അതിനനുസരിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ ഗുഡ്. ഇതും അതുപോലെ തന്നെ AI എഡിറ്റ് എന്നുള്ള വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആനിമേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അത് ഓപ്ഷൻസ് നമ്മൾ താഴെ ഡൗൺ ചെയ്യുവാണെങ്കിൽ ട്രിം പാത്ത് എന്ന് പറയുന്ന ഓപ്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ട്രിം പാത്തിൽ എൻഡ് എന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ട് ഞാൻ കീ ഫ്രെയിം 0 ആക്കുന്നു. അത് സെലക്ട് ചെയ്യുന്നു. ടോട്ടലി എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് F9 ക്ലിക്ക് ചെയ്യുന്നു. F9ൽ നിന്നും ഒരു സ്മൂത്ത് ആനിമേഷൻ നമ്മൾ വീണ്ടും അത് ചെയ്യുന്നു. ഓക്കെ, എല്ലാം ഈ ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കുറച്ചുകൂടി സ്മൂത്ത് ആക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് വരുന്നു പോകുന്നു അത്രയേ ഉള്ളൂ. അതേസമയം പെതുക്കെ അതിലേക്ക് എൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് ആക്കണമെങ്കിൽ നമുക്ക് ഗ്രാഫ് അത്യാവശ്യം എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. വളരെ വലിയ പാടുള്ള കാര്യമല്ല. ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, ഇനി നമുക്ക് ജൂലൈ 15 നമുക്കൊന്ന് ആനിമേറ്റ് ചെയ്യാം. സോ ജൂലൈ 15 വേണ്ടിയിട്ട് ഞാനിവിടെ വീണ്ടും ഒരു ഷേപ്പ് ലെയർ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ജസ്റ്റ് ഈ കളറിലുള്ളൊരു ഷേപ്പ്, അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. അതോടെ തന്നെ നമ്മുടെ ജൂലൈ 15 എന്നുള്ള ഫോണ്ടിൻ്റെ കളർ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. ജസ്റ്റ് വൈറ്റിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് 52 എന്നുള്ളത് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്താൽ നന്നായിരിക്കും. 53, ഓക്കെ, 57, വാട്ട് അബൌട്ട് 60, സോറി 60. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ റെക്റ്റാങ്കിൾ ഇവിടേക്ക് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ,
ഐ തിങ്ക് ദിസ് ഈസ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ആനിമേഷൻ ഏകദേശം സെറ്റായിട്ടുണ്ട്. ബേസിക്കായിട്ട് നമ്മുടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആനിമേഷൻ ആഡ് ചെയ്യുന്ന ഇത് പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എഫക്ട്സ് നമുക്ക് ഇതിനകത്ത് കൊടുക്കും. എഫക്ട്സ് എന്ന് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി സൂം എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ എന്നുള്ള രീതിയിലാണ്. ഒരു സൂം ട്രാൻസിഷൻസ് നമുക്കിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഞാനൊന്ന് പ്രീ കമ്പോസ് ചെയ്യാണ്. എല്ലാം കൂടെ ഞാനൊന്ന് പ്രീ കമ്പോസ് ചെയ്തിട്ട് ജസ്റ്റ് സീൻ 1 എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ സീൻ 1 എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അതിന് ശേഷം ഇനി എനിക്ക് ഇതിനകത്ത് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ വെച്ചിട്ട് ഞാൻ Ctrl+Shift+D എന്ന് കൊടുക്കുമ്പോൾ എനിക്കത് കട്ടായിട്ട് എനിക്കിതൊന്ന് സൂം ചെയ്ത് കാണണം, ലൈക്ക് ഒരു 3D എഫക്റ്റ് എന്നുള്ള രീതിയിൽ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബേസിക് 3D എന്ന് പറയുന്ന ഒരു എഫക്റ്റാണ്. അപ്പം ഞാനത് നമ്മുടെ രണ്ടാമതായിട്ട് സീൻ 1ൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റ് ഞാൻ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നു. ഓക്കെ, പൊസിഷൻസ് ഒക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ സീനിൻ്റെ നമ്മൾ ഇതിപ്പോൾ റീഡ് ചെയ്യണമല്ലോ. അപ്പോൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു 3 സെക്കൻഡ് വരെ ജസ്റ്റ് നമ്മുടെ ഇവിടം വരെ പോകുന്നു. ഇതിനെ ഞാൻ സെയിം ആനിമേറ്റ് ചെയ്യുന്നത് F9 യൂസ് ചെയ്തിട്ട്. നമുക്ക് അത്രയും പെട്ടെന്ന് വേണ്ട, നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നമുക്ക് ചെയ്യാം. അതിനൊരു 10 സെക്കൻഡ് വരെ പോട്ടെ. അപ്പോൾ ഇതൊക്കെ അത് വളരെ അതെ. അപ്പം ഇതാണ് നമ്മുടെ ബേസിക്കായിട്ട് നമ്മൾ ചെയ്തത്. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ബ്ലർ എഫക്റ്റോ അല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഞാനൊരു ബേസിക് എന്നുള്ള രീതിയിലൊരു ഡോക്യുമെൻ്ററി നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ന്യൂസ് റീൽ എഫക്റ്റ് നമുക്ക് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ അപ്പം നമുക്ക് ഓരോ പ്രോജക്റ്റും ചെയ്യുമ്പോഴാണ് നമുക്ക് ആഫ്റ്റർ എഫക്റ്റ് പഠിക്കുന്നത്. അല്ലാതെ ആഫ്റ്റർ എഫക്റ്റിൻ്റെ ബേസിക് തൊട്ട് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളൊരു പ്രോജക്റ്റ് എടുക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ഒരു വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.